കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമയും രാഷ്ട്രീയവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് തമിഴകത്ത്. എംജിആറും ജയലളിതയും കരുണാനിധിയും വിജയകാന്തും തൊട്ട് ഉദയനിധി സ്റ്റാലിൻ വരെ എത്തി നിൽക്കുന്ന ഒരു നീണ്ട നിരയുണ്ട് തമിഴക രാഷ്ട്രീയത്തിൽ. ഇപ്പോഴത്തെ തെന്നിന്ത്യയിലെ ഏറ്റവും വിലപിടിച്ച താരം ജോസഫ് വിജയ് അഭിനയം നിർത്തി രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണ്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സജീവമാവില്ലെങ്കിലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വിജയ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ശക്തിയുള്ള സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും യൂണിറ്റുള്ള ഫാൻസ് അസോസിയേഷനാണ് വിജയ് മക്കൾ ഇയക്കം. രജനി, കമൽ ഫാൻസ് അസോസിയേഷനുകൾ പിറകോട്ടടിച്ചതോടെ യുവാക്കൾക്കിടയിൽ വിജയ് തരംഗമായി. ഇപ്പോൾ തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി പ്രഖ്യാപിച്ചതോടെ ഫാൻസ് അസോസിയേഷൻ യൂണിറ്റുകൾ പാർട്ടി ഘടകങ്ങളായി മാറി. അതോടെ തമിഴ്നാടിന്റെ കുഗ്രാമങ്ങളിൽ പോലും യൂണിറ്റുള്ള പാർട്ടിയായി അത് മാറി. ഈ ശക്തി തന്നെയാണ് DMKയുടെയും AIDMKയുടെയും ഉറക്കം കെടുത്തുന്നത്. നിലവിൽ DMK, കോൺഗ്രസ് എന്നിവയിലുള്ള ഇന്ത്യ സഖ്യം, AIADMK മുന്നണി, ഒപ്പം BJP ഇങ്ങനെ ത്രികോണ മത്സരമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. ഇതിനിടയിലേക്ക് വിജയ് വരുന്നതോടെ ആരുടെ വോട്ടാണ് നഷ്ടമാവുക എന്നാണ് ചർച്ചയുയരുന്നത്. അതിനിടയിലാണ് സൂപ്പർ താരം കമൽഹാസനും വിജയും ഒന്നിക്കുമെന്ന വാർത്തകളും പുറത്തുവരുന്നത്. കമൽ സ്വന്തമായി മക്കൾ നീതിമയ്യം എന്ന പാർട്ടി ഉണ്ടാക്കിയെങ്കിലും അത് ക്ലച്ച് പിടിക്കാത്ത അവസ്ഥയിലാണ്. ഈയിടെ കമൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് വലിയ ചർച്ചകൾക്കിടയാക്കിയത്. രാഷ്ട്രീയത്തിലിറങ്ങുന്നതിന് വിജയെ നിർബന്ധിച്ചത് താനാണെന്ന് കമൽ പറയുന്നു. രാജ്യത്തിന്റെ രക്ഷയ്ക്കായി ചിന്തിക്കുന്ന ആരുമായും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കാൻ തയ്യാറാണ്. രാജ്യത്തിനു വേണ്ടി കക്ഷി രാഷ്ട്രീയം മറക്കുമെന്നും എന്നാൽ ഫ്യൂഡൽ മനോഭാവം കാട്ടുന്ന പാർട്ടികളുമായി കൈകോർക്കില്ലെന്നും കമൽ പറയുന്നു. ഭാവിയിൽ വിജയുമായി കൈകോർക്കാൻ തയ്യാറാണെന്നതിന്റെ കൃത്യമായ സൂചനയാണിത്. DMKയ്ക്കും അണ്ണാ DMKയ്ക്കും ബദലെന്ന നിലയിലായിരുന്നു 6 വർഷം മുൻപ് കമൽ മക്കൾ നീതിമയ്യം ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം നടന്ന ഈറോഡ് ഉപതെരഞ്ഞെടുപ്പിൽ DMK സഖ്യത്തിൽ മത്സരിച്ച കോൺഗ്രസിനായി കമൽഹാസൻ പ്രചാരണം നടത്തിയിരുന്നു. ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും നല്ല വാർത്തയുണ്ടാക്കാൻ സമയമെടുക്കുമെന്നുമാണ് കമൽ പറയുന്നത്. പക്ഷേ വിജയുടെ പാർട്ടി ശക്തമായാൽ കമൽ സഖ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒപ്പം കൂടുമെന്നും തമിഴകത്തെ 2 സൂപ്പർ താരങ്ങൾ ഒന്നിച്ചാൽ അത് ഡബിൾ എഞ്ചിൻ കൂട്ടുകെട്ടാവുമെന്നാണ് ആരാധകർ എഴുതുന്നത്. അതിനിടെ വിജയ് നിലവിലുള്ള ഏത് മുന്നണിക്കാണ് ഭീഷണിയാവുക എന്ന ചർച്ചയും തമിഴ് മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരുമായി നേരത്തെ ഉരസലുണ്ടായ വിജയ് എന്തായാലും NDAയിൽ ചേരാനിടയില്ല. അണ്ണാ DMKയ്ക്ക് തമിഴ്നാട്ടിൽ പഴയ ഗ്രിപ്പില്ല. അതിനാൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാവും വിജയുടെ തീരുമാനം. അതോടെ DMKയുടെ വോട്ടുകളാണ് വിജയുടെ പാർട്ടി ചോർത്തുക എന്നാണ് പൊതുവെ പറയുന്നത്. തമിഴ്നാട്ടിൽ 2 രാഷ്ട്രീയമാണ് ശക്തം, ദ്രാവിഡരുടെയും ഹിന്ദുത്വയുടെയും. വിജയാണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ദലിത്, ന്യൂനപക്ഷ, അംബേദ്കറേറ്റഡ് രാഷ്ട്രീയമാണ് അദ്ദേഹം പിന്തുടരാൻ സാധ്യതയെന്നാണ് വിലയിരുത്തൽ. അടുത്തിടെ ബാബാ സാഹിബ് അംബേദ്കറുടെ ജന്മവാർഷികം ആഘോഷിക്കാൻ വിജയ് ആരാധകരോട് ആവശ്യപ്പെട്ടിരുന്നു. മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, പിന്നാക്ക ജാതിക്കാർ ഇവരെയാണ് പ്രധാനമായും വിജയുടെ പാർട്ടി ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഇത് കൃത്യമായും DMKയുടെ വോട്ടുകളാണ്. കഴിഞ്ഞ മാസമാണ് തമിഴ്നാട്ടിൽ ആരാധകരുടെ കാത്തിരിപ്പിനും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് വിജയ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചത്. തനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഹോബിയല്ലെന്നും ഇതുവരെ കരാറായിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം ഉപേക്ഷിക്കുമെന്നും വിജയ് അറിയിച്ചു. ജാതിമത ഭിന്നതയും അഴിമതിയും നിലനിൽക്കുന്ന അവസ്ഥയെ പൂർണ്ണമായും തന്റെ പാർട്ടി ഇല്ലാതാക്കുമെന്നും വിജയ് വ്യക്തമാക്കി.